അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, നമ്മൾ സൂറത്തുൽ അഹ്സാബ് 50 ആയത്താണ് പഠിച്ചത്. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഹലാലാക്കി കൊടുത്ത 4 വിഭാഗം സ്ത്രീകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമുക്ക് ആയത്ത് ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. തുർജി മൻ തശാഉ മിൻഹുന്ന വതുവീ ഇലൈക മൻ തശാഉ ومن ابتغيت ممن عزلت فلا جناح عليك ذلك أدنى أن تقر أعينهن ولا يحزن ويرضين بما آتيتهن كلهن والله يعلم ما في قلوبكم وكان الله عليما حليما. الله سبحانه وتعالى പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറയുകയാണ്, തുർജി മൻ തശാഉ. തുർജി എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് പിന്തിപ്പിക്കാം, തഖീർ ചെയ്യാം, പിന്നീടാക്കാം എന്നൊക്കെയാണ് തുർജി എന്നതിൻ്റെ അർത്ഥം. മൻ തശാഉ മിൻഹുന്ന, താങ്കൾ ഉദ്ദേശിക്കുന്ന ഭാര്യമാരെ, ആ സ്ത്രീകളിൽ ഭാര്യമാരിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകളെ താങ്കൾക്ക് പിന്തിപ്പിക്കാം. വതുവീ ഇലൈക, താങ്കളിലേക്ക് ചേർത്ത് നിർത്താം. മൻ തശാഉ, താങ്കളുടെ ഭാര്യമാരിൽ താങ്കൾക്ക് ഉദ്ദേശിക്കുന്ന ആളുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 9 ഭാര്യമാർക്കിടയിൽ കൃത്യമായി ഊഴം നിശ്ചയിച്ചിരുന്നു. ഇന്ന ദിവസം ഇന്നയാളുടെ വീട് എന്ന് ഊഴം നിശ്ചയിച്ചിരുന്നു. അവിടെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവകാശം കൊടുക്കുകയാണ്, താങ്കൾക്ക് ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ ഊഴം നിശ്ചയിക്കുന്നതിൽ നിന്ന് പിന്തിപ്പിക്കാം, ഊഴം നിശ്ചയിക്കാതെ ഇരിക്കാം, ആർക്ക് വേണമെങ്കിലും അധികമായി നിശ്ചയിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ ഇബ്തഗൈത, താങ്കൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, താങ്കൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, മിമ്മൻ അസൽത, താങ്കൾ പിന്തിരിഞ്ഞു പോയ, താങ്കൾ പിരിഞ്ഞ ആളുകളിൽ നിന്ന്, അതായത് താങ്കൾ ത്വലാഖ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ താങ്കൾ ഊഴം നിശ്ചയിക്കാതെ മാറ്റിവെച്ച സ്ത്രീകളെ പിന്നീട് താങ്കൾ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ താങ്കൾ വിവാഹമോചനം ചെയ്ത് ത്വലാഖ് ചൊല്ലി പറഞ്ഞയച്ച ഏതെങ്കിലും സ്ത്രീകളെ താങ്കൾ വീണ്ടും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫലാ ജുനാഹ അലൈക്, താങ്കൾക്ക് യാതൊരു കുഴപ്പവുമില്ല, ആ സ്ത്രീയെ താങ്കൾക്ക് തിരിച്ചെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഊഴം നിശ്ചയിക്കാത്ത സ്ത്രീക്ക് വീണ്ടും ഊഴം നിശ്ചയിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി തൻ്റെ ഭാര്യമാരുടെ കാര്യത്തിൽ പ്രവാചകന് അനുവാദം കൊടുക്കുകയാണ്. ഊഴം നിശ്ചയിക്കുന്ന കാര്യത്തിൽ, അതുപോലെ ഏതെങ്കിലും ഒരാളെ പിന്തിപ്പിക്കുകയാണെങ്കിൽ അവരെ പ്രവാചകൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ചെടുക്കാനും ഒക്കെ അള്ളാഹു പ്രവാചകന് അനുമതി കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരത്തിലൊരു അവകാശം അള്ളാഹു വകവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രവാചകൻ മരണം വരെ പരമാവധി തൻ്റെ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിച്ചിരുന്നു. എല്ലാ ദിവസവും എല്ലാ ഭാര്യമാരെയും ചെന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ അന്നേ ദിവസം ഊഴമുള്ള സ്ത്രീയുടെ കൂടെ കൃത്യമായി ചിലവഴിക്കുകയും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അവസാനം സൗദ റളിയല്ലാഹു അൻഹ സ്വയം തൻ്റെ ഊഴം ആയിഷ റളിയല്ലാഹു അൻഹക്ക് കൊടുത്തത് കാരണത്താലാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആ ഒരു സൗദ റളിയല്ലാഹു അൻഹയുടെ ഊഴം പ്രവാചകൻ നിശ്ചയിച്ചു കൊടുക്കുന്നത്. അതുപോലെ അവസാന കാലഘട്ടത്തിൽ മരണവേളയിൽ ബാക്കി സ്ത്രീകളൊക്കെ പ്രവാചകന് തങ്ങളുടെ ഊഴം ആയിഷ റളിയല്ലാഹു അൻഹക്ക് കൊടുത്തത് കാരണത്താൽ, അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് പ്രവാചകൻ അവസാന കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു അവസാന കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ്. ഇത്രത്തോളം നീതി പാലിച്ചിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അല്ലാഹുമ്മ ഹാദാ ഫിഅലി ഫീമാ അംലിക്, അള്ളാഹു എനിക്ക് സാധിക്കുന്നത് പോലെയൊക്കെ ഞാനിതാ നീതി പാലിക്കുന്നുണ്ട്. ഫലാ തലുംനി ഫീമാ തംലിക് വലാ അംലിക്, നീ ഉടമപ്പെടുത്തുന്ന കാര്യത്തിൽ, എനിക്ക് നിയന്ത്രണാധികാരം ഇല്ലാത്ത കാര്യത്തിൽ എന്നെ നീ ആക്ഷേപിക്കരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് പറ്റുന്നത് പോലെയൊക്കെ പ്രവാചകൻ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
പക്ഷെ എന്നാലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയോടുള്ള ഒരു അധികമായ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അതിലൊന്നും പടച്ച റബ്ബേ എന്നെ പിടികൂടരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാലിക അദ്നാ അൻ തഖറ അഅ്യുനുഹുന്ന, താങ്കൾ അങ്ങനെ ചെയ്യലാണ്. എങ്ങനെ ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിപൂർണമായി അവകാശം കൊടുത്തിട്ടുണ്ട്. താങ്കൾക്ക് ഊഴം കൊടുക്കുന്ന കാര്യത്തിൽ താങ്കളുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന്. അപ്പോൾ ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുകയാണെങ്കിലും, അവർക്കിടയിൽ നീതി പാലിക്കുകയാണെങ്കിലും, പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് പോലെ ആരെങ്കിലും പിന്തിപ്പിക്കുകയാണെങ്കിൽ തന്നെ അതെല്ലാം പ്രവാചകനിൽ നിന്നുള്ള ഔദാര്യമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭാര്യമാർക്ക് പ്രവാചകനിൽ നിന്ന് എന്ത് കിട്ടിയാലും അതെല്ലാം അവർക്ക് കൺകുളിർമയും മനസ്സമാധാനവുമായിരിക്കും. കാരണം അവരുടെ അവകാശം ചോദിച്ചു വാങ്ങുക എന്നുള്ളതല്ല, മറിച്ച് പരിപൂർണമായി പ്രവാചകൻ്റെ ഫദ്ലാണ്, ഔദാര്യമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു പറയുന്നു അങ്ങനെ ചെയ്യുക എന്നുള്ളത് ദാലിക അദ്നാ അൻ തഖറ അഅ്യുനുഹുന്ന, ആ ഭാര്യമാരുടെ കൺകുളിർമക്ക് അതാണ് ഏറ്റവും നല്ലത്. വലാ യഹ്സന്ന, അവർ വിഷമിക്കാതിരിക്കുന്നതിന് വേണ്ടി. വയർദൈന ബിമാ ആതൈതഹുന്ന, താങ്കൾ അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുന്നതിൽ കുല്ലുഹുന്ന, അവരെല്ലാവരും തൃപ്തി അടയുന്നതിന് അതാണ് ഏറ്റവും നല്ലത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇനി ഒരു അവകാശവാദത്തിനോ എൻ്റെ അവകാശം അവൾക്ക് വകവെച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് പരസ്പരം പിണക്കത്തിനോ ആ ഒരു മനസ്സിൽ വേദന ഉണ്ടാകുന്നതിനോ ഒന്നിനും അള്ളാഹു പഴുതില്ലാത്ത വണ്ണം ഒരു നിയമമാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ മരണം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്കിടയിൽ കൃത്യമായ നീതി പാലിക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് പ്രവാചക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ളത് റബ്ബ് നന്നായി അറിയുന്നതാണ്. നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യം എന്താണ്, നിങ്ങൾക്ക് എന്ത് നിയമമാക്കിയാലാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക, നിങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാവിധ അവസ്ഥകൾക്കും ഏതാണ് ഏറ്റവും നല്ലത് എന്ന് അള്ളാഹുവിന് ഏറ്റവും നന്നായി അറിയുമെന്നുള്ളതാണ്. വക്കാന അല്ലാഹു അലീമൻ, അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഹലീമ, അള്ളാഹു സഹനശീലനുമാണ് എന്നുള്ളതാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പറയുകയാണ്, ലാ യഹില്ലു ലകൻ നിസാഉ മിൻ ബഅദു വലാ അൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജ് വലൗ അഅജബക ഹുസ്നുഹുന്ന ഇല്ലാ മാ മലകത് യമീനുക വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റൊരു വിധി പഠിപ്പിക്കുകയാണ്. അതിനു മുന്നേ നാം മനസ്സിലാക്കണം, കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ ഭാര്യമാർക്ക് ഓപ്ഷൻസ് കൊടുത്തല്ലോ. നിങ്ങൾക്ക് ഐഹിക സുഖവും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. അല്ലാതെ പ്രവാചക പത്നിയായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ക്ഷമിച്ചു കഴിയുകയാണെങ്കിൽ പരലോകത്തിൽ വലിയ പ്രതിഫലം നേടും എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ ഐഹിക സുഖങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം, അല്ല എന്നുണ്ടെങ്കിൽ പ്രവാചക പത്നി എന്ന നിലക്ക് നിങ്ങൾക്ക് വലിയ കടമകളും വലിയ ബാധ്യതകളുമുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലും മുഅ്മിനീങ്ങളുടെ അടുക്കലും വലിയ പദവിയും സ്ഥാനവും ഒക്കെയുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തതും അവരെല്ലാവരും അള്ളാഹുവിനെയും റസൂലിനെയും പരലോകത്തെയും തിരഞ്ഞെടുത്ത് ക്ഷമ അവലംബിച്ചതും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനുശേഷം പ്രവാചകനെ ആരൊക്കെയാണ് ഹലാലാക്കിയത്, വിവാഹം കഴിക്കാൻ ഹലാലാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം താങ്കൾക്ക് ഒഴിവാക്കേണ്ടവരെ ഭാര്യമാരിൽ നിന്ന് ഒഴിവാക്കാമെന്നും പിടിച്ചു വെക്കേണ്ടവരെ പിടിച്ചു വെക്കാമെന്നും അവർക്കിടയിൽ ഊഴം നിശ്ചയിക്കുമ്പോൾ താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നും ഒക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന് അള്ളാഹു അനുമതി കൊടുത്തതിന് ശേഷം അള്ളാഹു പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 9 ഭാര്യമാരാണുള്ളത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ യഹില്ലു ലകൻ നിസാഉ, പ്രവാചകരെ താങ്കൾക്ക് സ്ത്രീകൾ ഇനി വിവാഹം കഴിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. മിൻ ബഅദു, ഇനി അങ്ങോട്ട് താങ്കൾക്കിനി മറ്റൊരു സ്ത്രീകളും അനുവദനീയമല്ല എന്നുള്ളതാണ്. ഇനി പ്രവാചകൻ്റെ കൂടെയുള്ള 9 ഭാര്യമാർ എല്ലാ തരത്തിലും അർഹതയും യോഗ്യതയുമുള്ള, ഇനി പിരിഞ്ഞു പോകേണ്ടതില്ലാത്ത, പിരിച്ചുവിടേണ്ടതില്ലാത്ത തരത്തിൽ എല്ലാ തരത്തിലും യോഗ്യതയൊത്ത സ്ത്രീകളാണ് ഇനി പ്രവാചകൻ്റെ കൂടെ ബാക്കിയുള്ളത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇനി പ്രവാചകരെ താങ്കൾക്ക് വിവാഹം ചെയ്യുക എന്നുള്ളത് സ്ത്രീകൾ അനുവദനീയമല്ല. വലാ അൻ തബദ്ദല ബിഹിന്ന,
ഇപ്പോഴുള്ള സ്ത്രീകൾക്ക് പകരമായിക്കൊണ്ട് മിൻ അസുവാജിൻ മറ്റ് ഭാര്യമാരെ സ്വീകരിക്കുക എന്നുള്ളത് താങ്കൾക്കിനി അനുവദനീയമല്ല. വലൗ അഅജബക ഹുസ്നുഹുന്ന, താങ്കൾ ഇനി വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകളുടെ സൗന്ദര്യം താങ്കളെ എത്ര കൗതുകമുണർത്തിയാലും ശരി, താങ്കൾക്കിനി വിവാഹം ചെയ്യുക അനുവദനീയമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ആയത്തിന് ശേഷമാണ് മുഖൗഖിസ് രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈജിപ്തിൽ നിന്ന് മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയെ സമ്മാനമായി നൽകുന്നതും അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്ത്രീയിൽ ഇബ്രാഹിം എന്ന കുഞ്ഞ് പിറക്കുന്നതുമൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ലാ മാ മലക്കത്ത് യമീനുക്, എന്നാൽ താങ്കളുടെ അടിമ സ്ത്രീകളിൽ താങ്കൾക്ക് ഇത്തരത്തിൽ ഭാര്യയായി സ്വീകരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ താങ്കൾക്ക് അനുവദനീയമാണ് എന്ന് അല്ലാഹു അവിടെ തന്നെ അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ മാരിയത്തുൽ ഖിബ്തിയ അടിമ സ്ത്രീയാണ് എന്ന് നമ്മളതിൻ്റെ സാന്ദർഭികം മനസ്സിലാക്കുക. വക്കാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, അല്ലാഹു എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന പ്രവാചകനിൽ നിന്ന് മുഅ്മിനീങ്ങളിലേക്ക് തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബന്ധപ്പെട്ട അവിടുത്തെ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോഴും മറ്റുമുള്ള ചില മര്യാദകളാണ് അല്ലാഹു ഇനി ഇവിടെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.